അപ്പോൾ ഗൈസ് ഇന്നത്തെ മിനി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മീൻ കുറച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ കൂടെ വേണ്ട, കുറച്ച് പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല തേക്കാൻ വേണ്ടിയിട്ട് കഴുകി വെള്ളം ചോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിനും. അപ്പോൾ അതിക്ക് അരി കഴുകി കൊണ്ടുപോയിട്ട് കൊടുത്തു. അപ്പം ഇനി അരി അവിടെ കടന്നിട്ട് വേവട്ടെ, ഇനി നമുക്ക് കൂട്ടാനൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇതാ മീനിൽ ഞാൻ മസാല തേച്ച് വെക്കാം കേട്ടോ. മീനിൽ നമ്മൾ സാധാ തേക്കണ മസാല തന്നെ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ ഉപ്പും പിന്നെന്താ കുറച്ച് സുർക്കി ഒഴിച്ചു കൊടുത്തീനും. സുർക്ക നാരങ്ങ നീരോ എന്തെങ്കിലും ഒന്നും ഒഴിച്ചു കൊടുക്കലുണ്ട് കേട്ടോ, ചെറിയൊരു പുളി ഇട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ മീനിൽ മസാലയൊക്കെ തേച്ച് വെച്ചു. പിന്നെ അതാ അടുത്ത് വിട്ടുന്ന 2 മുരിങ്ങക്കായ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കറി കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി മുരിങ്ങക്കായ കേട്ടോ, നല്ല വണ്ണമുണ്ട്. 2 കായുള്ളൂ, പക്ഷേ അത്യാവശ്യം നീളമുണ്ട്, അത്യാവശ്യം വണ്ണമുണ്ട്. അപ്പോൾ ഞാനിതാ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല വണ്ണമുള്ള മുരിങ്ങക്കായ ഞാൻ ഒന്നിങ്ങനെ നടുക്ക് പൊളിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, എളുപ്പം വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ പരിപ്പും മുരിങ്ങക്കായും തക്കാളിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അങ്ങനെ മുരിങ്ങക്കായൊക്കെ ക്ലീൻ ചെയ്തൊക്കെ റെഡിയാക്കി അപ്പോൾ ഒരു മൺചട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഇതിലേക്കുള്ള പരിപ്പ് ഞാൻ അപ്പുറത്ത് അടുപ്പത്ത് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുരിങ്ങക്കായ വെന്തിട്ട് നമുക്ക് പരിപ്പ് വേവിച്ചതായി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കാം കേട്ടോ, ചെറിയൊരു പുളി ഉണ്ടാവാൻ വേണ്ടിയിട്ട് കറിക്ക്. അങ്ങനെ തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ എരിവിന് നമ്മൾ പച്ചമുളക് ആട്ടോ ചേർക്കുന്നത്, മുളക് പൊടി ചേർക്കണില്ല. ഞാനിതുപോലുള്ള വെജിറ്റബിൾസ് കറിക്കൊക്കെ അധികം പച്ചമുളക് ആട്ടോ ചേർക്കല്. മുളക് പൊടിനെക്കാട്ടിലും പച്ചമുളകാണ് ടേസ്റ്റ് കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെ പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് അത് അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് അപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ മുരിങ്ങക്കായൊക്കെ. ഇനി നമുക്ക് വേവിച്ച് വെച്ച പരിപ്പായിക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി രണ്ടും കൂടെ ഒന്നങ്ങോട്ട് തിളക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് തേങ്ങ അരച്ച് അരപ്പ് ഒഴിച്ചു കൊടുക്കുക. തേങ്ങയും അതേപോലെ ചെറിയ ഉള്ളിയും നല്ല ജീരകവും കുട്ടി അരച്ചെടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ അതും അതിക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി കറി ഒന്നങ്ങോട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങിയേക്കാം. നല്ലോണം വെട്ടി തിളപ്പിച്ചെടുക്കണ്ട കേട്ടോ. തേങ്ങ അരച്ച കറി ഇതേപോലെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ കറി പിരിയും. അപ്പം അത് ഒന്ന് തിളപ്പിച്ചിട്ട് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു. പിന്നെ നമുക്ക് വറവിട്ടെടുക്കണം. അപ്പോൾ അതാ ഇവിടെ പുറത്തടുപ്പത്തെ മീനും പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ മീനും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ചീര അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വന്നിട്ട് കറി വറവിട്ടെടുത്ത് വെളിച്ചെണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിൻ്റെലയും വറ്റൽമുളക് കൂട്ട് അതേപോലെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ അതിക്ക് ഇട്ട് കൊടുത്തിന് കേട്ടോ. അപ്പോൾ കറി കാണാൻ നല്ല രസമാണ്. അങ്ങനെ അതിക്ക് അതൊക്കെ ഒഴിച്ചു കൊടുത്ത് അതവിടെ അടച്ചു വെച്ചു. പിന്നെ ചീര ഉപ്പേരി അവിടെ ഗ്യാസും ഉണ്ടാക്കി. അപ്പോൾ തന്നെ മീൻ പൊരിച്ചതും ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ചോറിനുള്ള കൂട്ടാൻ തന്നെയാണ് കേട്ടോ. പിന്നെ കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോഴേ ഇതേപോലെ വറവിട്ടെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളൊന്ന് അടച്ചു വെക്കണം കേട്ടോ. അപ്പം തന്നെ ഇളക്കി കൊടുക്കരുത്, കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. അപ്പോൾ ആ ഒരു ചൂടുള്ള വെളിച്ചെണ്ണയിൽ നമ്മൾ കടുകൊക്കെ പൊട്ടിക്കണ ആ കടുകിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ, നല്ലോണം കറിയൊക്കെ ഇറങ്ങും കേട്ടോ, ആ വറ്റൽമുളകിൻ്റെ ഒക്കെ. അങ്ങനെ ചോറൊക്കെ കഴിക്കാനായപ്പോൾ ചോറൊക്കെ വിളമ്പി കഴിച്ചു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്